200 കോടി മൂല്യമുള്ള സ്വത്തുക്കൾ അദ്ദേഹം ഫോം 26 കാണിച്ചില്ല എന്നാണ് തെളിയുന്നത്. സ്വത്തിൻ്റെ വിവരം മൂടിവെക്കാൻ ശ്രമിക്കുന്ന അതേ വാശിയോടെ അദ്ദേഹം BJP കോൺഗ്രസ് ബന്ധവും മൂടിവെക്കാൻ ശ്രമിക്കുന്നു. പുറത്തു പറയാൻ കൊള്ളാത്ത സോഴ്സ് ആയതുകൊണ്ടാണ് സ്വന്തം സ്വത്ത് വിവരം പോലും മൂടിവെക്കുന്നത്. അടുത്ത കാലം BJP-ക്കൊത്ത UDF നേതാവാണ് സാക്ഷാൽ വി സതീശനാണ്. അദ്ദേഹത്തിൻ്റെ വാശിയാണ് സത്യം പറയാൻ കൂട്ടാക്കില്ലാത്ത വാശി. സതീശൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് അവിടെ വെച്ച് കാണുന്നില്ല. സത്യമില്ലാത്ത സത്യവാങ്മൂലം, മറച്ചുവെക്കാൻ വേണ്ടിയുള്ള സത്യവാങ്മൂലം. എനിക്കൊന്നുകൂടെ പറയാനുണ്ട്. കോൺഗ്രസിനെ നയിക്കുന്ന കനകോല് ബാധയെപ്പറ്റിയാണ്. മെയ് മാസം 4-ാം തീയതി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഭൂരിപക്ഷം LDF-ലായിരിക്കും. UDF വീണ്ടും പൊളിഞ്ഞ് പാളിസാകും. വാക്ക് പാലിക്കുമെങ്കിൽ ആ മാന്യ സുഹൃത്തിന് അപ്പോൾ പോകേണ്ടി വരും ഫലത്തിലേക്ക്. Bold and brilliant natural diamond jewelry for the woman who shines the brightest. Nuva by Mine from Malabar Gold and Diamonds. Shine out loud. LDF സകാരണം പറഞ്ഞുകൊണ്ടൊരു കാര്യം വീണ്ടും പറയാൻ വേണ്ടിയാണ്. ഈ വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ കോൺഗ്രസിനും BJP-ക്കും എല്ലാ കാര്യത്തിലും ഒരു ബന്ധമുണ്ട്. എല്ലാ കാര്യത്തിലും, രാഷ്ട്രീയത്തിൽ, ഐഡിയോളജിയിൽ എല്ലാം ഒന്നാണവർ. പ്രവർത്തന ശൈലിയിലും ഒരൊന്നുപോലെയാണ്. ഇലക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിൻ്റെ നോമിനേഷൻ പത്രിക. ആ പത്രികയിൽ പ്രധാനപ്പെട്ടൊരു ഡോക്യുമെൻ്റാണ് ഫോം നമ്പർ 26. ആ ഫോം 26-ൻ്റെ കൂടെ ഓരോ സ്ഥാനാർത്ഥിയും ഒരു അഫിഡവിറ്റ് കൊടുക്കാൻ ബാധ്യതയാണ്. ആ അഫിഡവിറ്റ് ഒന്നുകിൽ നോട്ടറി അല്ലെങ്കിൽ അഫിഡവിറ്റ് കമ്മീഷണർ സാക്ഷ്യപ്പെടുത്തണം. സ്ഥാനാർത്ഥി സ്വയം പറയുന്ന ഈ സത്യവാങ്മൂലത്തിന് ഒരു ഉറപ്പുണ്ടാക്കാൻ വേണ്ടി നിയമപരമായിട്ടും അല്ലാതെയും അതിനൊരു അതോറിറ്റേറ്റീവ് ആകാൻ വേണ്ടിയാണ് ഈ പറയുന്ന വ്യവസ്ഥകളുണ്ടായത്. നോട്ടറി പബ്ലിക്കോ അല്ലെങ്കിൽ അഫിഡവിറ്റ് കമ്മീഷണറോ സാക്ഷ്യപ്പെടുത്തുന്ന ഈ അഫിഡവിറ്റിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ്. ഇലക്ഷൻ പ്രക്രിയ സുതാര്യമാകാൻ, അത് ഫ്രീ ആൻഡ് ഫെയർ ആകാൻ ഇതെല്ലാം കൂടിയേറിയിരുന്നു. നമ്മളിപ്പോൾ അറിയുന്ന കാര്യം, ഈ കാര്യത്തിലും സത്യം പറയില്ല എന്ന വാശിയിൽ BJP-ക്കും കോൺഗ്രസിനും ഒരേ നിലപാടാണ്. പഴയ ഏതൊരു ചൊല്ലില്ലേ, എന്നെ തല്ലണ്ട മാവ ഞാൻ നന്നാകില്ല എന്ന്. അതുപോലെ BJP-യും പറയുന്നു, കോൺഗ്രസും പറയുന്നു, നിങ്ങളൊന്നും ഒരുപാടൊന്നും പറയണ്ട, ഞങ്ങൾ സത്യം പറയില്ല. അത് മത്സരിക്കാൻ വേണ്ടിയുള്ള പത്രിക കൊടുത്തപ്പോഴും ആ ശാഠ്യത്തിൽ നിന്ന് BJP മാറിയില്ല, കോൺഗ്രസും മാറിയില്ല. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച കാര്യമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ സത്യവാങ്മൂലം. അദ്ദേഹം വലിയ ലക്ഷപ്രഭു എന്ന വാക്കിപ്പോൾ ഇല്ലല്ലോ. അദ്ദേഹം കോടാനുകോടി സമ്പത്തുള്ള പ്രഭുവാണ് അദ്ദേഹം. ആ പ്രഭുവിൻ്റെ വരുമാനം വൻതോതിൽ അദ്ദേഹം മറച്ചു വെച്ചു. പുറത്തു വന്ന വിവരപ്രകാരം 200 കോടി മൂല്യമുള്ള സ്വത്തുക്കൾ അദ്ദേഹം ഫോം 26 കാണിച്ചില്ല എന്നാണ് തെളിയുന്നത്. കഴിഞ്ഞ ആഴ്ച അദ്ദേഹം അടച്ച നികുതി സംഖ്യ 5 ലക്ഷം രൂപയാണ്. കഴിഞ്ഞ ആഴ്ച നികുതി ഇത്രയും ലക്ഷം 5 ലക്ഷം നികുതി അടയ്ക്കണമെങ്കിൽ
അദ്ദേഹത്തിൻ്റെ സ്വത്ത് എത്രയായിരിക്കുന്നു കണക്ക് കൂട്ടി അദ്ദേഹത്തിന് പറയാൻ പറ്റും. ബാംഗ്ലൂർ നഗരത്തിൻ്റെ തൊട്ടു ചേർന്ന് കിടക്കുന്ന നഗരത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള ഒരു സ്ഥലമാണ് കോറമംഗല. ആ കോറമംഗലയിൽ BJP സംസ്ഥാന പ്രസിഡന്റിന്, BJP കേരള സംസ്ഥാന പ്രസിഡന്റിന് 1.07 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ വില ഊഹിക്കാനേ പറ്റൂ. എന്തായാലും അത് വൻ വിലയായിരിക്കും. ആ സ്ഥലത്ത് 49,000 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ളൊരു വീടുമുണ്ട്. അതെല്ലാം കൂട്ടിയാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് എത്രയായിരിക്കുമെന്ന് ആർക്കും ശ്രദ്ധാപൂർവം കണക്കെടുക്കാൻ പറ്റില്ല. ലോക്സഭാ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു തിരുവനന്തപുരത്ത്. അത് 2 കൊല്ലം ആകുന്നു. അന്ന് കൊടുത്ത ഫോം 26 പ്രകാരമുള്ള സ്വത്ത് വിവരത്തിൽ, സത്യവാങ്മൂലത്തിൽ രാജീവ് ചന്ദ്രശേഖർ കാണിച്ച സ്വത്തുക്കൾ പോലും ഇപ്രാവശ്യം അദ്ദേഹം കാണിച്ചിട്ടില്ല. BJP പ്രസിഡന്റ് പലതും മൂടിവെക്കാൻ ശ്രമിക്കുന്നു. സ്വത്തിൻ്റെ വിവരം മൂടിവെക്കാൻ ശ്രമിക്കുന്ന അതേ വാശിയോടെ അദ്ദേഹം BJP കോൺഗ്രസ് ബന്ധവും മൂടിവെക്കാൻ ശ്രമിക്കുന്നു. ഒന്ന് രാഷ്ട്രീയമാണ് ആ മൂടിവെക്കൽ. രണ്ടാമത്തേത് സമ്പത്തിൻ്റെ വലിപ്പം അവർക്ക് ബോധ്യമാകുന്നുണ്ട്. അത് പുറത്തറിഞ്ഞാൽ അവരുടെ എല്ലാം സോഴ്സ് ഏതാണെന്ന് ജനങ്ങൾ ചോദിക്കും. പുറത്തു പറയാൻ കൊള്ളാത്ത സോഴ്സ് ആയതുകൊണ്ടാകാം അവർ സ്വന്തം സ്വത്ത് വിവരം പോലും മൂടിവെക്കുന്നു. ഇതേപ്പറ്റി ചോദിക്കാൻ അവകാശമുണ്ട് ജനങ്ങൾക്ക്. സത്യം ഉണ്ടെങ്കിൽ ഉത്തരം പറയാൻ അവർക്കും ബാധ്യതയുണ്ട്. ആ ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. പതിവുള്ള രീതിയിൽ അദ്ദേഹം ചെയ്തത്, BJP പ്രസിഡന്റ് ചെയ്തത്, അദ്ദേഹം അതിനെ മുട്ടായി കുത്തി കൊണ്ട് ഉത്തരം പറയുകയും ഇത്തരം ഗൗരവമേറിയ വിഷയങ്ങൾക്ക് മറുപടി മുട്ടായി കുത്തിയല്ല, സത്യമുള്ള വർത്തമാനങ്ങളാണ്, നേര് പറയലാണ്. BJP അത് ചെയ്യുന്നില്ല, എന്നാൽ പ്രസിഡന്റ് ചെയ്യുന്നില്ല. ആ വിമർശനം LDF ഉന്നയിക്കുന്നു, CPI ഉന്നയിക്കുന്നു. അടുത്ത ആൾ BJP-ക്കൊത്ത UDF നേതാവാണ്. അദ്ദേഹം സാക്ഷാൽ VD സതീശനാണ്. സതീശൻ കേരളത്തിലെ എല്ലാവർക്കും അറിയാം പ്രതിപക്ഷ നേതാവുമാണ്. അദ്ദേഹത്തിൻ്റെ വാശിയാണ് സത്യം പറയാൻ കൂട്ടാക്കില്ലാത്ത വാശി. അദ്ദേഹം പറയുന്നു, ഞാൻ സത്യം പറയില്ല. പലരും പറയാറുള്ളത് അദ്ദേഹത്തിന് മിനിമം ഒരു 5-6 നുണ പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരില്ല എന്നാണ്. അത് ശീലമാക്കി അദ്ദേഹം സ്വന്തം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അഫിഡവിറ്റിലും ഈ പറയുന്ന ഫോം 26-ലും സത്യം പറയാൻ കൂട്ടാക്കിയിട്ടില്ല. സതീശൻ്റെയും ഭാര്യയുടെയും പേരിലുള്ള സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് അവിടെ വിറ്റ് കാണുന്നില്ല. എത്രയുണ്ടെങ്കിലും കാണിക്കട്ടെ. സ്വർണത്തിൻ്റെ അളവ് ചെറുതാകാൻ വലുതാകാം, എത്രയായാലും ശരി അത് കൃത്യമായി കാണിക്കണം. അദ്ദേഹം MLA ആണ്, അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. ഈ 2 നിലയ്ക്ക് അദ്ദേഹത്തിന് വരുമാനമുണ്ട്. ആ വരുമാനം അദ്ദേഹം കൃത്യമായി കാണിച്ചു എന്ന ചോദ്യം ബാക്കിയാണ്. അദ്ദേഹം കാണിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് 2 തവണ ഫൈൻ അടിച്ചിട്ടുണ്ട്. ആ ഫൈൻ അദ്ദേഹം അടച്ചിട്ടില്ല, വീഴ്ച വരുത്തിയിട്ടുണ്ട്. അത് കാണുന്നില്ല അഫിഡവിറ്റ്.
അദ്ദേഹം എപ്പോഴും പറയും ഞാൻ ലോയറാണെന്ന്, ഞാൻ വലിയ വക്കീലാണ് അദ്ദേഹം എപ്പോഴും പറയും. അപ്പോൾ ആ നിലയിൽ അഭിഭാഷകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് കേസുണ്ടോ, ഉണ്ടെങ്കിൽ ഫീസുണ്ടോ, ഉണ്ടെങ്കിൽ ആ വരുമാനം എത്രയാണ്, അതിനെപ്പറ്റിയും സൈലൻ്റാണ് ഈ സത്യവാങ്മൂലം. 26 പ്രകാരമുള്ള ഈ അഫിഡവിറ്റ്, ആ വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? അർത്ഥം തന്നെ സത്യവാങ്മൂലമെന്നാണ്. സത്യവാങ്മൂലം വലിയ അർത്ഥമുണ്ട്. താഴെ ഓരോ സ്ഥാനാർത്ഥിയും ഒപ്പിടുന്ന ഓരോ ആളും പറയേണ്ടത് മേൽ വിവരിച്ച കാര്യങ്ങൾ എൻ്റെ അറിവിലും ബോധ്യത്തിലും സത്യമാണെന്ന് ഞാൻ ഇതിനാൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്നൊരു വാചകമുണ്ട്. അതിന് താഴെ ബന്ധപ്പെട്ട ആൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പേരുള്ള മേലൊപ്പാണ് ഈ പറയുന്ന നോട്ടറി പബ്ലിക്കോ അല്ലെങ്കിൽ അഫിഡവിറ്റ് കമ്മീഷണറോ രേഖപ്പെടുത്തേണ്ടത്. അതെല്ലാം ഒപ്പെല്ലാം കണ്ടേക്കാം. പക്ഷേ 2 നേതാക്കളുടെയും പത്രികയിൽ സത്യം മാത്രമില്ല. പേരതാണ് സത്യവാങ്മൂലം. സത്യമില്ലാത്ത സത്യവാങ്മൂലം, മറച്ചുവെക്കാൻ വേണ്ടിയുള്ള സത്യവാങ്മൂലം, സ്വന്തം വരുമാനത്തെ പറ്റിയുള്ള കാപട്യം കാണിച്ച സത്യവാങ്മൂലം. ഇതിനാണ് LDF എതിർക്കുന്ന 2 പാർട്ടികളുടെയും നേതാക്കന്മാർ. അതുകൊണ്ട് LDFും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ആവർത്തിക്കുന്നു. ഇക്കാര്യത്തിലും കോൺഗ്രസും BJPയും ഒന്നാണ്, രണ്ടല്ല. രാഷ്ട്രീയത്തിൽ ഒന്നാണവർ, അവരുടെ ആശയത്തിൽ ഒന്നാണവർ. അന്ധമായ ഇടതുപക്ഷ വിരോധം സ്വന്തം വഴികാട്ടിയാക്കിയതിലും ഒന്നാണവർ. അവർ ഇതിലും ഒന്നായിരിക്കുന്നു. സത്യവാങ്മൂലത്തിലും സത്യം പറയില്ല എന്ന വാശിയിലും BJPയും കോൺഗ്രസും ഒന്നായിരിക്കുന്നു. ഇതെല്ലാം ജനം കാണുകയാണ്. ഈ കാപട്യത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവരാണ് നട്ടാൽ കേൾക്കാത്ത പച്ചക്കള്ളങ്ങളുമായി രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും LDFനെ കരിവരത്തേക്കാനായി നുണ പറയുവാനും തന്ത്രം പറയുവാനും വേണ്ടിയുള്ള പടപ്പുറപ്പാടിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അർഹിക്കുന്ന അവഗണനയോടുകൂടി തന്നെ കേരളം അതിനെ തള്ളിക്കളയുമെന്ന് CPIക്ക് വേണ്ടി ഞാൻ വ്യക്തമാക്കട്ടെ. എനിക്കൊന്നുകൂടെ പറയാനുണ്ട്. അത് കോൺഗ്രസിനെ നയിക്കുന്ന കനകോലു ബാധയെ പറ്റിയാണ്. ഏറെക്കാലമായിട്ട് നാം കേൾക്കുന്ന പേരാണ് കനകോലു. കേട്ടാൽ തോന്നിപ്പോകും കനകോലുവാണ് AICCയുടെ നേതാവെന്ന്. സോണിയാഗാന്ധിയേക്കാൾ, രാഹുൽ ഗാന്ധിയേക്കാൾ, പ്രിയങ്ക ഗാന്ധിയേക്കാൾ വലിയ ഏതോ പ്രതിഭാസമാണ് ഈ കനകോലുവെന്ന് ആരും ഓർത്തുപോകും. ഏതാനും മാസം മുമ്പ് ഇലക്ഷനിലേക്കുള്ള ആരംഭം കുറിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ചൊരു വലിയ ക്യാമ്പുണ്ട് സുൽത്താൻ ബത്തേരി വെച്ച്. ആ ക്യാമ്പിൽ മുഖ്യമായ താരം കനകോലുവായിരുന്നു. സോണിയാജിയല്ല, രാഹുൽജിയല്ല, പ്രിയങ്കാജിയുമല്ല. ഈ ജിമാരൊക്കെ പുറകിലായിരുന്നു. 1ാം സ്ഥാനം കനകോലുജിക്കായിരുന്നു. കനകോലുജിയുടെ വാക്കും ചിന്തയും കേട്ടുകൊണ്ടാണ് കോൺഗ്രസ് അതിൻ്റെ എല്ലാ തന്ത്രങ്ങളും പറഞ്ഞത്. ആ വാക്ക് കേട്ടുകൊണ്ടാണ് കനകോലുവിൻ്റെ സർവേയോ പഠനമോ ഒക്കെ അടിസ്ഥാനമൊക്കെയാണ് ശ്രീ DD സതീശൻ നടത്തിയ പുതുയുഗയാത്രയുടെ എല്ലാ സമ്മേളനങ്ങളും അദ്ദേഹം പറഞ്ഞു. ഈ പുതുയുഗയാത്ര സമാപിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനത്ത് വെച്ച് ഞങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നമ്മളെല്ലാം കേട്ടവരാണ്, കണ്ടവരാണ്. അത് എല്ലായിടത്തും പറഞ്ഞു. റെഡിയാണെന്ന് ഒരാക്കം കൂട്ടാനായി അദ്ദേഹം വീണ്ടും പറഞ്ഞു. ടീം UDF തയ്യാറാണ്, എല്ലാം റെഡിയാണ്. ജാഥ അവിടെ എത്തുന്നു, സമ്മേളനം ആരംഭിക്കുന്നു, ഞങ്ങൾ ആ പട്ടിക വായിക്കുന്നു. അതോടെ ടീം UDF രംഗത്തിറങ്ങുമെന്ന് പറഞ്ഞു. ടീം UDFിൻ്റെ അവസ്ഥ ഞാൻ പറയുന്നില്ല, അത് നയിക്കുന്ന കോൺഗ്രസിൻ്റെ അവസ്ഥയെ ഞാൻ പറയുന്നില്ല.
തമ്മിൽ തല്ലും ഗുസ്തിയുമെല്ലാം ഞാൻ പറയുന്നില്ല. നിങ്ങൾ മിക്കവാറും കണ്ടു കാണും എന്താണ് ടീം UDF എന്ന് ഇവിടെ കുറ്റാടിയിൽ വെച്ച്. കുറ്റാടി നമുക്ക് നോക്കിയാൽ കാണാം. ആ കുറ്റാടികൾ കണ്ടു നമ്മൾ ടീം UDFിലെ ടീം എന്താണെന്ന്. അന്നാണ് ഒരു പുതിയ വാക്ക് നമ്മളെല്ലാം കേട്ടത്. സ്നേഹത്തള്ള് എന്ന വാക്കാണ്. സ്നേഹത്തള്ള്. തള്ളിയത് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. പക്ഷെ ആ തള്ള് വെറും തള്ളല്ല, അത് സ്നേഹത്തള്ളാണ് പോലും. പക്ഷെ ആ തള്ളു കണ്ട പലരും പറയുന്നു തള്ളല്ല, തല്ലാണെന്ന് പറയുന്നു. തള്ളാണോ തല്ലാണോ? വിവാദം മൊത്തപ്പോൾ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് രണ്ടും ഒന്നാണ്. തള്ളും കൊള്ളാം, തല്ലും കൊള്ളാം, രണ്ടും ഒന്നാണ്. അതാണ് ടീം UDF. ആ ടീം UDFിൽ അതുകൊണ്ട് തന്നെയാണ് ജാഥയും കഴിഞ്ഞ് അനവധി പകലും രാത്രിയും കടന്നുപോയി. എന്നിട്ട് പോലും അവസാന നിമിഷം വരെ ടീം UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കാൻ പറ്റിയില്ല. തട്ടിക്കൂട്ടി എന്തോ ഒരു കാട്ടിക്കുട്ടിയതാണ്. ആരാ കാരണക്കാരൻ? ഈ കരകോലുമാണ്. പക്ഷേ UDFും കോൺഗ്രസും ഒരു പാഠവും പഠിച്ചില്ല. അത് ഇപ്പോൾ പറയുകയാണ് പുതിയ പ്രഖ്യാപനം. ടീം UDFിന് 100ന്റെ മേൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ, ഇത് വെല്ലുവിളിക്ക് പോലെ പറയുകയാണ്, കിട്ടിയില്ലെങ്കിൽ ഉറപ്പാണ് ഞാൻ രാഷ്ട്രീയം മതിയാക്കി വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞതും ഇതേ നേതാവാണ്. ഇതേ സാക്ഷാൽ D സതീശനാണ് പറഞ്ഞത്. കാരണം എന്താ? അങ്ങനെ കനകോല് പറഞ്ഞു പോലും. കനകോല് പറഞ്ഞു അത്രയും കിട്ടുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞോളെ. സ്ഥാനാർത്ഥി പട്ടിക പൂർത്തിയാക്കുമെന്ന് പറയുന്നതും ഇതേ കനകോലുമാണ്. ആ വാക്ക് പക്ഷേ വഴിയിൽ കിടന്നു, യഥാർത്ഥമായില്ല. ആരാണെങ്കിലും ശരി, സാമാന്യ ബോധമുണ്ടെങ്കിൽ ആ പാഠം പഠിക്കും. ഒരു പാഠവും പഠിക്കാതെ നമ്മുടെ ഈ ടീം UDF നായകൻ പറയുകയാണ് 100ൽ പരം സീറ്റ് കിട്ടിയില്ലെങ്കിൽ എഴുതി വെച്ചുകൊള്ളുക, ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഞാൻ രാഷ്ട്രീയം മതിയാക്കിയിട്ട് വനവാസത്തെന്ന് പറയും. അദ്ദേഹം അവിടെയെങ്കിലും സത്യം കാണിക്കുമെങ്കിൽ, സത്യം ചെയ്യുമെങ്കിൽ, സത്യം പ്രാവർത്തികമാക്കുമെങ്കിൽ ഞാൻ പറയുന്നു സാക്ഷാൽ അദ്ദേഹത്തോട്, സതീശനോട്, അത് ഇപ്പോൾ തന്നെ കൂടും കുടുക്കയും ഒരുക്കി വയ്ക്കുക, ഭാണ്ഡം ഒരുക്കി വയ്ക്കുക. മെയ് മാസം 4-ാം തീയതി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ഭൂരിപക്ഷം LDFിലായിരിക്കും. UDF വീണ്ടും പൊളിഞ്ഞ് പാളിസാകും. വാക്ക് പാലിക്കുമെങ്കിൽ ആ മാന്യ സുഹൃത്തിന് അപ്പോൾ പോകേണ്ടി വരും വനത്തിലേക്ക്. അതുകൊണ്ട് വനവാസത്തിന് വേണ്ടി ഒരുങ്ങുന്ന നേതാവിൻ്റെ അവിടെ വെച്ച് കാണുന്ന ഈ വീഴ്ചകളൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം രാഷ്ട്രീയത്തിൻ്റെ ഫലമാണ്. ആ രാഷ്ട്രീയമാണ് BJPയെയും ബാധിച്ചിരിക്കുന്നത്. BJPക്കും കോൺഗ്രസിനും ഒരുപോലെ ബാധകമായി ഈ രാഷ്ട്രീയത്തെ ജനങ്ങൾ വെറുക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ ഉന്നതമായ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടിയാണ്